റെയിൽവേ, ഡിഫൻസ്, പൈപ്പ് ആൻഡ് ഫിറ്റിംഗ്, മെറ്റൽ തുടങ്ങിയ സെക്ടറുകളിൽ വന്ന ട്രെൻഡ് റിവേഴ്സലിനെ കുറിച്ചും ബൈയിങ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചുമൊക്കെ കഴിഞ്ഞ ചില വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഈ ക്വാർട്ടർലി റിസൾട്ടിന് ശേഷം മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സെക്ടറായ ടയർ സെക്ടറിലെ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നതിന് ശേഷം ടയർ സെക്ടറിലെ പ്രമുഖ കമ്പനികളായ സിയറ്റ്, JK ടയർ ഇൻഡസ്ട്രീസ്, അപ്പോളോ ടയേഴ്സ്, MRF തുടങ്ങിയ സ്റ്റോക്കുകൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. പല സ്റ്റോക്കുകളും അവയുടെ റീസെൻ്റ് ലോ ലെവലിൽ നിന്നും 20% ഉയരുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പല ബ്രോക്കേജ് ഏജൻസികളും ടയർ സെക്ടറിൽ ബുള്ളിഷ് ഔട്ട്ലുക്ക് വെച്ച് പുലർത്തിയിട്ടുണ്ട്. കൂടാതെ ടയർ സെക്ടറിലെ പല സ്റ്റോക്കുകളിലും മികച്ച ട്രെൻഡ് റിവേഴ്സലും കാണാൻ സാധിക്കും. ഉദാഹരണം, സിയറ്റ് ടയർ തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 15 ട്രേഡിംഗ് സെഷൻ കൊണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മാസത്തെ പെർഫോമൻസ് നോക്കിയാൽ സ്റ്റോക്ക് 22% ഉയരുകയും 3000 നിന്നും 4000 രൂപയിലേക്ക് സ്റ്റോക്ക് ഉയരുകയും ചെയ്തു. JK ടയറിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് വന്നതിന് ശേഷം JK ടയറിൻ്റെ സ്റ്റോക്ക് 9%, MRF 7%, അപ്പോളോ ടയേഴ്സിൻ്റെ വില 5% ഉയരുകയും ചെയ്തു. ഇപ്രാവശ്യത്തെ ഓട്ടോമൊബൈൽ സെയിൽസ് ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 മാസങ്ങളിലായി ഓട്ടോമൊബൈൽ സെയിൽസിൽ ഒരു ഇടിവ് വന്നിട്ടുണ്ട്. ഇത് ടയർ സെക്ടറിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഇത് ടയർ സെക്ടറിനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെങ്കിലും റീറ്റെയിൽ കൺസ്യൂമേഴ്സിൻ്റെ സൈഡിൽ നിന്നും വന്നിരിക്കുന്ന ഉയർന്ന ഡിമാൻഡ് തന്നെയാണ് ടയർ സെക്ടറിലെ സ്റ്റോക്കുകൾ മികച്ച പെർഫോമൻസ് നടത്തുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ ടയർ കമ്പനികളുടെയൊക്കെ ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ പരിശോധിച്ചാൽ കമ്പനികളുടെ പ്രോഫിറ്റ് മാർജിൻ ഉയരുകയും ബാലൻസ് ഷീറ്റ് ഇംപ്രൂവ് ആവുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നിലെ ഏറ്റവും പ്രധാന ഘടകം ക്രൂഡ് ഓയിലിൻ്റെ വിലയിലുണ്ടായിരിക്കുന്ന ഇടിവാണ്. കഴിഞ്ഞ ഒരു വർഷത്തെ ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ ഗണ്യമായ ഇടിവ് വന്നു. ഓൾ ടൈം ഹൈയിൽ നിന്നും 18% ആവറേജ് ബേസിസിൽ ഇടിഞ്ഞാണ് ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ റബ്ബറിൻ്റെ വില ഇടിഞ്ഞതും ടയർ പോലുള്ള ടയർ കമ്പനികൾ അല്ലെങ്കിൽ ടയറുകൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന പല അസംസ്കൃത വസ്തുക്കളുടെയും വിലയിലുണ്ടായ ഇടിവ് കമ്പനികളുടെ ഇൻപുട്ട് ചെലവ് കുറയ്ക്കുന്നതിനും കമ്പനികളുടെ പ്രോഫിറ്റ് മാർജിൻ ഉയരുന്നതിനും പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിച്ചു. 2026 ഫിനാൻഷ്യൽ ഇയറിലും ഇത് തുടരാൻ തന്നെ സാധ്യതയെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. കൂടാതെ ടയർ കമ്പനികൾ അവരുടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ചതും പുതിയ ചില പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തതും കമ്പനികളുടെ ഗ്രോത്ത് ഗൈഡൻസിനെ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണം, സിയറ്റിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സിയറ്റ് എന്ന കമ്പനിയുടെ കടബാധ്യത കൂടുതലാണെങ്കിലും ഗ്രോത്ത് ഗൈഡൻസ് ഡബിൾ ഡിജിറ്റിലേക്ക് ഉയർന്നിട്ടുണ്ട്. കൂടാതെ കമ്പനി അഗ്രസീവ് എക്സ്പാൻഷനിലോടൊപ്പം പുതിയ ചില പ്രൊഡക്റ്റുകൾ കൂടി ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഡേറ്റ നമ്മൾ പരിശോധിച്ചാൽ റിൻ ഫ്ലാറ്റ് ടയറുകൾ, Z-rated 21 ഇഞ്ച് റേഡിയൽ ടയറുകൾ, ഇലക്ട്രിക് വെഹിക്കിളുകൾക്ക് വേണ്ടിയുള്ള കാം ടയറുകൾ തുടങ്ങിയ പ്രൊഡക്റ്റുകളൊക്കെ കമ്പനി ലോഞ്ച് ചെയ്യുന്നു. ഇവിടെ സിയറ്റ് എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണം പാസഞ്ചർ വെഹിക്കിൾ സെക്ടറിൽ, പ്രത്യേകിച്ചും ഇലക്ട്രിക് പാസഞ്ചർ വെഹിക്കിൾ സെക്ടറിൽ 20 മുതൽ 25% മാർക്കറ്റ് ഷെയർ ഉള്ള കമ്പനിയാണ് സിയറ്റ്. ഒട്ടുമിക്ക പാസഞ്ചർ ഇലക്ട്രിക് വെഹിക്കിളുകളും ഉപയോഗിക്കുന്നത് സിയറ്റ് ടയറുകൾ തന്നെയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 20 മുതൽ 25% മാർക്കറ്റ് ഷെയർ ഉള്ളതുകൊണ്ട് ഈ കമ്പനിക്ക് വരും സമയങ്ങളിലും മാർക്കറ്റ് ഷെയർ നിലനിർത്തിക്കൊണ്ട് പോകാനും പുതിയ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നത് വഴി കൂടുതൽ മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്യാനും സാധിക്കും. റബ്ബറിൻ്റെ വിലയിലുണ്ടായിരിക്കുന്ന ഇടിവും ക്രൂഡ് ഓയിലിൻ്റെ വിലയിലുണ്ടായിരിക്കുന്ന ഇടിവും ടയർ സെക്ടറിലെ സ്റ്റോക്കുകൾക്ക് പിന്നിലെ ഒരു പ്രധാന പോസിറ്റീവ് ട്രിഗറായി പ്രവർത്തിച്ചു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ടയർ സെക്ടറിലെ പല സ്റ്റോക്കുകൾക്കും പല ബ്രോക്കേജ് ഏജൻസികളും ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. ജപ്പാനീസ് ബ്രോക്കേജ് ഏജൻസിയായ നൊമൂറ സിയറ്റിൻ്റെ ടാർഗറ്റ് 3000 നിന്നും 3945 ഉയർത്തിയിട്ടുണ്ട്. 3700 സിയറ്റ് എന്ന സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. AMK ഗ്ലോബൽസ് സിയറ്റിന് ബൈ എന്ന റേറ്റിംഗും 4100 രൂപയുടെ ടാർഗറ്റ് നൽകി. മോത്തിലാൽ ഒസ്വാളും 3850 രൂപയുടെ ടാർഗറ്റാണ് സിയറ്റ് എന്ന സ്റ്റോക്കിന് നൽകിയിരിക്കുന്നത്. പാസഞ്ചർ വെഹിക്കിൾസിനും ടു വീലേഴ്സ് വെഹിക്കിൾ സെക്ടറിലും സിയറ്റ് എന്ന കമ്പനിക്ക് മികച്ച രീതിയിലുള്ള മാർക്കറ്റ് ഷെയർ ഉണ്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ ക്യാപിറ്റൽ എക്സ്പാൻഷൻ പ്ലാനുകളും ക്യാഷ് ഇൻഫ്ലോയും വരും സമയങ്ങളിലും സ്റ്റോക്കിൻ്റെ പെർഫോമൻസിനെ പിന്തുണയ്ക്കുന്ന ഒരു പ്രധാന ഘടകമായി പ്രവർത്തിക്കും. കൂടാതെ മറ്റൊരു സ്റ്റോക്ക് MRF ആണ്. MRF എന്ന സ്റ്റോക്ക് വളരെ ഉയർന്ന വിലയിൽ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ വളരെ ഉയർന്ന വിലയിൽ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് MRFൻ്റെ ടെക്നിക്കൽസിലേക്ക് നമ്മൾ കടക്കുന്നില്ല. അപ്പോളോ ടയേഴ്സ് എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് പരിഗണിക്കാവുന്നതാണ്. അപ്പോളോ ടയേഴ്സിന് അനലിസ്റ്റുകൾ ബൈ എന്ന റേറ്റിംഗും 554 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. ICICI സെക്യൂരിറ്റീസ് 555 രൂപയുടെ ടാർഗറ്റ് നൽകിയപ്പോൾ നൊമൂറ 470 രൂപയുടെ ടാർഗറ്റാണ് അപ്പോളോ ടയറിന് നൽകിയിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്